ലിഥിയം ഫെറോസ്ഫൈറ്റ് ബാറ്ററിയും വരുന്നുണ്ട്, ലിഥിയം അയൺ ബാറ്ററിയും വരുന്നുണ്ട്. ലിഥിയം ഫെറോസ്ഫൈറ്റ് ബാറ്ററിയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് മാത്രം എന്തുണ്ട് 4 വർഷത്തേക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള മോട്ടർ, അതുപോലെ ചാർജർ, നമ്മളൊരു 70-80 കിലോമീറ്റർ ഓടണമെങ്കിൽ ഇപ്പൊ എങ്ങനെ വന്നാലും 150 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. എത്ര മൈലേജ് ഉള്ള വണ്ടികളാണ് 150. അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു 5 രൂപ 6 രൂപ വലിയൊരു കാറ്റുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കാൻ പോവാണ്. പോയി നമ്മൾ കാറ്റും കയറാൻ പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാറ്റാണ്. ഒക്കെ ഉണ്ട് രണ്ടാള് നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്? 73. അപ്പൊ നമ്മൾ രണ്ടാളും ആ കാറ്റും സുഖമായിട്ട് കയറിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാലാണ് ഫ്രണ്ട്സ്. ഒരു വെറൈറ്റി ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആറാം കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബിഗോർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ 4 വർഷം ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ആതിരുണ്ട്. അതിന്റെ ഓൾ ഇൻ ഓൾ ആണ് അല്ലേ? അപ്പം ഇതാണ് നമ്മളെ വണ്ടി. ഒരു വെറൈറ്റി ടൈപ്പ് വണ്ടിയാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടി ഇന്ന് പരിചയപ്പെടുത്തി തരാൻ തോന്നി. ഇതിന്റെ പ്രൈസ്, അതുപോലെ തന്നെ ഫിനാൻസ്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് വിത്തൗട്ട് ലൈസൻസ് വേണ്ട വണ്ടിയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന വൈറ്റ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുമോ? ഇത് വിത്തൗട്ട് ലൈസൻസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 75,000 ആണ് റേറ്റ് വരുന്നത്. ഇതിന്റെ ബാറ്ററി, മോട്ടർ, കൺട്രോളർ, കൺവേർട്ടർ, ചാർജർ എല്ലാം 3 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് ഒറ്റ ചാർജിൽ നമുക്ക് 70 to 75 കിലോമീറ്റർ ആണ് റേഞ്ച് കിട്ടുന്നത്. നോൺ ലൈസൻസ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇതിന് മോട്ടോർ വാട്ട്സിന്റെ പവർ വരുന്നത് 250 വാട്ട്സ് മോട്ടോർ പവറും, അതുപോലെ 25 കിലോമീറ്റർ സ്പീഡുമാണ് മാക്സിമം വരുന്നത്. അപ്പൊ കയറ്റം കയറുമ്പോൾ 2 പേരെ വെച്ചിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നോർമലി വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരു ചെറിയ ഡൗട്ട് കാര്യങ്ങൾ വരുന്നത്, ഇത് കയറ്റം വലിയുമോ അല്ലെങ്കിൽ കയറ്റം കയറുമോ, എന്താണ് ഇതിന്റെ ഒരു ഇതെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് 2 പേരെ വെച്ചിട്ടാണെങ്കിൽ ചെറിയ കയറ്റങ്ങളൊക്കെ 2 ആളെ വെച്ചിട്ടും നല്ല ലോഡ് കപ്പാസിറ്റിയിലും കയറിപ്പോകും. പക്ഷെ ഒരുപാട് വലിയ കയറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇത് നോൺ ലൈസൻസ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ കയറില്ല. കാരണം ഒരാളെ വെച്ചിട്ട് ഏത് കയറ്റങ്ങളും കയറും. ഒരാളെ വെച്ച് ഏത് കയറ്റം കയറും. 50 വാട്ട്സ് ആണ് മോട്ടോർ പവർ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ കയറ്റം. ബാറ്ററി എത്ര ആഴ്ച വരുന്നത്? 23 ആഴ്ച വരുന്നുണ്ട്. ലിഥിയം ബാറ്ററി ആണോ? ലിഥിയം അയൺ ബാറ്ററി ആണ് വരുന്നത്. 75 കിലോമീറ്റർ മൈലേജ് കിട്ടും ഇതിന് ഫിനാൻസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഇതിന് പ്രൈവറ്റ് ഫിനാൻസിംഗ് ആണ്. കാരണം ഒരു നോൺ ലൈസൻസ് വെഹിക്കിൾസും ബാങ്ക്സ് എന്ത് ചെയ്യില്ല, ഫിനാൻസ് കൊടുക്കില്ല അല്ലേ? കാരണം നമ്മൾ ഒരാളുടെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, ഇൻഷുറൻസോ ടാക്സ് അങ്ങനെയൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ എന്താവുന്നില്ല, ഒരുവിധം ബാങ്കുകളൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് ഇതിന് ഫിനാൻസ് തരില്ല. പിന്നെ പ്രൈവറ്റ് ഫിനാൻസിങ്, ബജാജ് ഫിൻസർവ് പോലുള്ള ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഫിനാൻസിൽ നമുക്ക് എന്ത് ചെയ്യും, ഇന്ന് ഫിനാൻസ് കിട്ടും. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് നോൺ ലൈസൻസ് അപ്പം പറഞ്ഞത്. അപ്പൊ ലൈസൻസ് വേണ്ട സാധനം. ഓക്കെ, ഇതാണ് നമുക്ക് ലൈസൻസിലുള്ള പോലെ. ഇതിൽ തന്നെ നമുക്ക് 2 വേരിയൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ലിഥിയം ഫെറോസ്ഫൈറ്റ് ബാറ്ററിയും വരുന്നുണ്ട്, ലിഥിയം അയൺ ബാറ്ററിയും വരുന്നുണ്ട്. ലിഥിയം ഫെറോസ്ഫൈറ്റ് ബാറ്ററിയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് മാത്രം എന്തുണ്ട് 4 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള മോട്ടർ, അതുപോലെ ചാർജർ, കൺട്രോളർ, കൺവേർട്ടർ, ഇത്രയും പാർട്സിന് എന്തുണ്ട് 3 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലെല്ലാം സെയിം തന്നെയാണ്. B8 തന്നെയാണ് മോഡലിന്റെ പേര്. ബിഗോസ് B8 എന്നാണ് മോഡലിന്റെ പേര് വരുന്നത്. ഇതിന്റെ ലിഥിയം അയൺ ബാറ്ററികളിലേക്ക് വരുവാണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററികൾക്ക് 3 വർഷമാണ് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നത്. ഇതിനും എന്തുണ്ട്, കൺട്രോളർ, കൺവേർട്ടർ, ചാർജർ, അതുപോലെ മോട്ടറിനെല്ലാം എന്തുണ്ട് 3 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് 2 ബാറ്ററിയിൽ വ്യത്യാസമുണ്ട്. ഇത് 2 ബാറ്ററിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പ്രൈസിലും വ്യത്യാസം ഉണ്ടാവല്ലോ? അപ്പൊ പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇത് 30 ആഴ്ച വരുന്നത്. 30 ആഴ്ച ലിഥിയം ഫെറോസ്ഫൈറ്റ് ആണ് 30 ആഴ്ച ബാറ്ററി. 90 കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത്. 90 കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത്. ഇത് 24 ആഴ്ച 26 ആഴ്ച. നമ്മൾ 70-80 ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത് കിലോമീറ്റർ മൈലേജ് പറയുന്നത്. ഇതിന് ഫിനാൻസ് കിട്ടില്ല? രണ്ടിനും ഫിനാൻസ് കിട്ടും. ആൻഡ് ബാറ്ററി ഉള്ള ഡ്യുവൽ ബാറ്ററി ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്യുവൽ ബാറ്ററി ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് 140 കിലോമീറ്റർ മേളിലാണ് നമുക്ക് കിലോമീറ്റർ റേഞ്ച് പറയുന്നത്. ഡ്യുവൽ ബാറ്ററി ആണെങ്കിൽ അതിനുള്ള സ്ലോട്ട് ഇതിലുണ്ട്. അപ്പം 140 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതിന് വില എന്ത് വരും? അതിനാകുമ്പോൾ 1,40,000 രൂപ റേറ്റ് വരും. ബാറ്ററി അടക്കം ഓൺ റോഡ് പ്രൈസ് ആണ് 1,40,000 രൂപ വരുന്നുണ്ട്. അപ്പം നോർമൽ ആണെങ്കിൽ ഒരു 80-90 കിലോമീറ്റർ കിട്ടുന്നതാണെങ്കിൽ ഒരു എന്താ റേറ്റ് വരുന്നത്? 1,02,000. പിന്നെ 1,08,000. അത് ലിഥിയം ഫെറോസ്ഫൈറ്റ് ആണ്. ലിഥിയം ഫെറോസ്ഫൈറ്റ് ആണ് 1,00,000. ഫെറോസ്ഫൈറ്റ് ബാറ്ററി ആണെങ്കിൽ വില കൂടും. അഡീഷണൽ 6,000 റുപ്പീസ് 6,000 വരും. മൈലേജും കൂടും. അപ്പോൾ മൈലേജ് കൂടുമ്പോൾ ആ ഒരു എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അത് 1,08,000 പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതാകുമ്പോൾ 1,02,000 ലിഥിയം അയൺ ബാറ്ററികൾ റേഞ്ച് വരുന്നത്.
ഡബിൾ ബാറ്ററി വേരിയന്റ് ആകുമ്പോഴാണ് 1,40,000 വരുന്നത്. നമുക്ക് ലിഥിയം അയോൺ ബാറ്ററികൾ മാത്രമാണ് ഡബിൾ ബാറ്ററി വേരിയന്റ് വരുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഒരു കമ്പനി ബിഗർ എന്ന് പറഞ്ഞ കമ്പനി RRന്റെ അണ്ടറിൽ വരുന്നതാണോ? RRന്റെ അണ്ടറിൽ വരുന്നതാണ്. RR കേബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ് അത് വരുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ബിഗോസ് എന്നാണ് വണ്ടിന്റെ പേര്. ഓക്കെ, ഇതിന്റെ കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെയാ എടുത്തിട്ട് ഏകദേശം ഈ ഒരു വർഷം കൊണ്ട് എത്ര വാഹനങ്ങൾ ഇപ്പൊ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്? ഏകദേശം 200-നടുത്ത് വാഹനങ്ങൾ നമ്മളിപ്പോ റോട്ടിൽ ഇറക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്സ് എത്ര വണ്ടികൾ കംപ്ലൈന്റ്സ് ആയിട്ട് വന്നു? നമുക്ക് അധികം കംപ്ലൈന്റ്സ് കാര്യങ്ങൾ വരുന്നില്ല. ചെറിയ കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഇപ്പം 1-2 കസ്റ്റമർ ചെറിയ മൈലേജ് ഇഷ്യൂ പറയുന്നുണ്ടെന്നല്ലാതെ വേറെ മേജർ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക്. പിന്നെ കിലോമീറ്റേഴ്സ് ഓടുന്നതനുസരിച്ചുള്ള ബ്രേക്ക് പാഡ് കഴിയുക, സർവീസ് പീരീഡ് എങ്ങനെയാ? നമുക്ക് സർവീസ് പീരീഡ് കിലോമീറ്റർ പീരീഡ് ആണ് വരുന്നത്. ആദ്യത്തെ 500 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസിന്റെ പീരീഡ് വരുന്നത്. പിന്നെ അടുത്ത 8 മാസം നമുക്ക് ഫസ്റ്റ് സർവീസും അതുപോലെ 4th സർവീസും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സെക്കൻഡും തേർഡും നമുക്ക് ഇന്ന് പെയ്ഡ് സർവീസിലാണ് വരുന്നത്. എത്ര വേരിയന്റുകൾ? 6 വേരിയന്റ്. നമുക്ക് കളർ വേരിയന്റ് ബിഗോസ് B8ന്റെ മോഡലാണ് എങ്കിൽ നമുക്ക് 6 കളർ വേരിയന്റ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ വൈറ്റ്, അതുപോലെ തന്നെ ഗ്രേ കളർ വരുന്നുണ്ട്, ബ്ലൂ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ കളർ ആയിട്ട് മിന്തി ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് കാര്യം ചോദിക്കണ്ട്. ഈ ഒരു വണ്ടി ഒരാളെ വെച്ചിട്ട് എല്ലാ കയറ്റും കയറും വിത്തൗട്ട് ലൈസൻസ് ഉള്ളത്. അത് അതിന്റെ പവർ അത്രേ ഉള്ളൂ, കാരണം അതിന് ലൈസൻസ് വേണ്ട. പക്ഷെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഇത് 1750 ആണ് ഇതിന്റെ മോട്ടോർ, 1900 വാട്ട്സ് ആണ് ഇതിന്റെ മോട്ടോർ വരുന്നത്. അപ്പൊ ഇതാണെങ്കിൽ 2 ആളെ വെച്ചിട്ട് ഏത് കയറ്റം കയറും? ഇത് 2 ആളെ വെച്ചിട്ട് ഏത് കയറ്റം കയറും. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കണം കേട്ടോ അത്. ഓക്കെ, അത് മാത്രല്ല പിന്നെ ഇവിടെ സർവീസിംഗ് ഇവിടെ തന്നെയാണോ? നമുക്ക് സർവീസും കാര്യങ്ങളും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ തന്നെയാ? ഇവിടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സർവീസിംഗ് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ? വണ്ടി ഇല്ലാത്ത സർവീസിന്റെ കഴിഞ്ഞു. വണ്ടി ഇല്ല അല്ലേ സർവീസിംഗ്? എന്നാലും ജസ്റ്റ് ഒന്ന് കാണാലോ. ഫ്രണ്ട്സ്, ഇവിടെ തന്നെയാ കേട്ടോ സർവീസിംഗിന്റെ സെക്ഷൻ വരുന്നത്. ഇവിടെയാണ് സർവീസിന്റെ സെക്ഷനും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നിന്നാണ് വണ്ടിയുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാ പറയുക. ഇതിപ്പോ പ്രത്യേകിച്ച് ഓയിൽ മാറ്റേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ലോ. ബ്രേക്ക് ഓയിൽ മാറ്റേണ്ട അത്രേ വരുള്ളൂ, ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ നമ്മള് ഇതിന് എത്ര സമയം കൊണ്ട് ചാർജ് ആവും? ഫുൾ ചാർജ് നമുക്ക് നോൺ ലൈസൻസ് കാറ്റഗറി വരെ നമുക്ക് 3 hours ആണ് ഫുൾ ചാർജിങ്ങിനുള്ള ടൈം പറയുന്നത്. അതുപോലെ ലൈസൻസ് കാറ്റഗറി ലിഥിയം അയൺ ബാറ്ററിയുള്ള വണ്ടികളാണ് 2.5 മണിക്കൂറും, ലിഥിയം ഫെറോസ്ഫേറ്റ് ബാറ്ററി ആണ് എങ്കിൽ 3 മണിക്കൂറാണ് ഫുൾ ചാർജിങ് ടൈം പറയുന്നത്. നമുക്ക് 70, 80 അല്ലെങ്കിൽ 80, 90 കിലോമീറ്ററോളം ജസ്റ്റ് 3 hours ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ചാർജിങ് ടൈം വരുന്നത്. അതും നമ്മുടെ വീട്ടിലെ നോർമൽ 3-pin പ്ലഗിലാണ് നമുക്ക് ചാർജ് ചെയ്യാൻ മാത്രം. ഇവിടെ ഫ്രീ ചാർജിങ് സ്ലോട്ട് ഉണ്ടോ? നമുക്ക് ചാർജിങ് സ്ലോട്ട് വെച്ചിട്ടുണ്ട്. ബോൾട്ട് എന്ന കമ്പനിയുടെ ചാർജിങ് സ്ലോട്ട് നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ട്. അത് അവർ കമ്പനി വെച്ചേക്കുന്നതാണ്, പെയ്ഡിംഗ് ആണ് വെച്ചേക്കുന്നത്. പെയ്ഡിംഗ് അല്ലേ? ആ ഫുൾ ചാർജിന് എത്ര പൈസ വരും? അത് മണിക്കൂർ ടൈമിങ്ങിനാണ് എമൗണ്ട്. എന്തായാലും ബാലൻസ് വോൾട്ടേജ് അതിൽ ഉണ്ടാവുമല്ലോ. ബാലൻസ് ഇപ്പൊ നമ്മള് എന്താ പറയാ, പെട്രോളിനെ അപേക്ഷിച്ച് നമ്മളൊരു 70-80 കിലോമീറ്റർ ഓടണമെങ്കിൽ ഇപ്പൊ എങ്ങനെ വന്നാലും 150 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. എത്ര മൈലേജ് ഉള്ള വണ്ടികളാണ് 150. അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു 5 രൂപ 6 രൂപ നിരക്കിൽ നമുക്ക് ചാർജിങ്ങിന് എമൗണ്ട് വരുന്നുള്ളൂ. 5 രൂപ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ ലിഥിയം അയൺ ബാറ്ററികളിൽ 1.5 യൂണിറ്റിന്റെ ബാറ്ററിയാണ് വരുന്നത്. ആ ലിഥിയം അയൺ ബാറ്ററി 1.5 യൂണിറ്റിന്റെ ഇത് എടുക്കാൻ നമുക്ക് മാക്സിമം എടുക്കുന്ന ഒരു കറണ്ട് 7 രൂപ നിരക്കിലാണ്, മാക്സിമം ഒരു 7 രൂപ നിരക്കിൽ വരുന്നത്. അപ്പൊ നമുക്ക് 70 കിലോമീറ്റർ ഓടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 150 രൂപയുടെ പെട്രോൾ എന്ത് ചെയ്യാൻ പറ്റും? അടിക്കണം. നമുക്ക് 7 രൂപ ഭയങ്കര ലാഭിക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മള് ഫ്രണ്ട്സ്, ഇത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞ കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ്. BMW-ന്റെ തൊട്ടടുത്ത് തന്നെ, നിയർ BMW അല്ലെ, BMW ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു കമ്പനി കൊടുക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. 4 വർഷം ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്. പിന്നെ മറ്റ് സ്പെയറുകൾക്ക് മോട്ടർ, അതിന്റെ കൺട്രോൾസ്, അതിനൊക്കെ 3 വർഷം അല്ലെ, ചാർജർ, അതിനൊക്കെ 3 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് എന്നാണ് അല്ലേ? കൊടുക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കൽ BMW ഷോറൂമിന്റെ തൊട്ടടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. ഇവിടെ ഒരു വലിയൊരു കാറ്റുണ്ട്, നമ്മൾ ഓടിച്ച് നോക്കാൻ പോവാണ്. പോവാ പോയി. അപ്പോൾ നമ്മളിതാ കാറ്റും കയറാൻ പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാറ്റാണ്. ഒക്കെ ഉണ്ട്, 2 ആള് വെച്ച്. ഇതാണ് നമ്മളെ പണ്ടത്തെ സിനിമയല്ലേ, പപ്പുവിന്റെ ഒരു താമരശ്ശേരി ചുരം. ആ ഇതല്ലേ ഇത്? ബറാക്സ് എന്ന് പറയും. ബറാക്സ് കാറ്റാണ്. നമ്മൾ 2 ആള് വെച്ചിട്ടാണ്. 75 കിലോ വെയിറ്റ് ഉണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്? 73. അപ്പൊ നമ്മൾ 2 ആൾ ആ കാറ്റും സുഖമായിട്ട് കയറിയിട്ടുണ്ട്.